ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാല് അനീഷ് ബ്രോനെ തന്നെയാണ്. അതിന്റെ റീസൺ ഇപ്പൊ പറയാം. അതിനു മുമ്പ് മൂക്കി കയറിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടം. എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ഒരുപാട് വെക്കത്തില്ല. ശ്വാസം വായിക്കൊടുക്കല്ലോ. ഓക്കെ ഗായ്സ്, ഓക്കെ അല്ലേ? ഇനി റീസൺ പറയാം. വന്നപ്പോ തൊട്ട് ചേട്ടൻ പറയാണ് ഞാൻ നിങ്ങളെ പോലൊന്നും അല്ല, ഞാനൊരു കോമണറാണ്. പുള്ളി തന്നെ ഒരു വേർതിരിവ് ഉണ്ടാക്കി. പിന്നെ അത് മാത്രമല്ല, ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാല് നമ്മള് ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങള് ക്യാപ്റ്റനോട് നമുക്ക് തുറന്ന് പറയാൻ പറ്റണം. അനീഷേട്ടൻ തന്നെയാണ് ഈ വീട്ടിൽ ഇത്രയും നേരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ക്യാപ്റ്റനോട് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ തുറന്ന് പറയും? അതിനെങ്ങനെ സൊല്യൂഷൻ കിട്ടും? അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളായിരിക്കണം ക്യാപ്റ്റൻ, എങ്കിലേ ബാക്കി കാര്യങ്ങൾ മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ചേട്ടൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാനൊരു മനസ്സോ നേരത്തെ പോലെ വിട്ടുകൊടുക്കാനൊരു മനസ്സോ ഒന്നുമില്ലാത്ത ആള് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രേ ഉള്ളൂ. എന്താണ് ഇവിടെ വന്നിട്ട് വയലിരിക്കുന്നതൊക്കെ? ഇന്നലെ ഈ ടാസ്ക് വന്നപ്പോഴത്തേന് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടങ്ങോട്ടും പിടിയായപ്പോഴത്തേക്ക് ഞാനും ശാരികയും കൂടെ ക്യാമറയ്ക്ക് മുന്നേ, അല്ല ശാരിക ക്യാമറയ്ക്ക് മുന്നിൽ അതിന്റെ റീസൺ അല്ല ഞാൻ പറയുന്നത് ശാരിക. അപ്പൊ ഞാനും ശാരികയും പറഞ്ഞു ഭയങ്കര ഓവറായി, അയ്യോ ഉപദ്രവിക്ക് വല്ല പ്രശ്നമാവും, അപ്പൊ നിങ്ങൾ പറയൂന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ രണ്ടോ ക്യാമറയ്ക്ക് മുന്നേ ഇപ്പൊ എന്നെ ഓടി വന്നിട്ടുള്ളത് എന്തുവാ ചേച്ചിമാരെ ഇങ്ങനെ കിടന്ന് പറയുന്നത്? അതൊന്നും പറയുന്നത് ഇവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ ഇങ്ങോട്ട് വാ, നിങ്ങളും കൂടെ അങ്ങനെ പറഞ്ഞു. സംസാരിക്കുന്നതിന് പകരം അവിടെ ഒന്ന് കളിക്കാൻ എന്റെ അടുത്ത് പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത് നിന്നപ്പോഴാണ് എന്റെ അടുത്ത് പറഞ്ഞു. കള്ളം പറയത്തില്ല, ക്യാമറ ഉണ്ട്, എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ എനിക്കത് എന്താ പറയാ, പിറ്റേ ദിവസം ഇപ്പൊ രാവിലെ അപ്പം വെളുപ്പിന് ബിഗ് ബോസ് തന്നെ അനൗൺസ്മെന്റ് ചെയ്തെന്ന് തോന്നുന്നു. ഓവറായിട്ടല്ലേ നിങ്ങൾ എന്തോ അക്രമമാണോ കാണിക്കുന്നത്? ആ ഒരു കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. അതെന്തിനാ ഇതൊക്കെ എന്തിനാ